welcome back to a new session. This is Sutarma, your political science teacher, and finally നമ്മൾ നമ്മുടെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ. സോ ഒരു ലാസ്റ്റ് 6 monthsന്റെ കഠിനമായിട്ടുള്ള പ്രയത്നത്തിന് ശേഷം now we are moving on to a new and your examination. എക്സാം ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മൈൻഡിലുള്ള സംശയം എന്താണ്, ഈശ്വര ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സംശയത്തെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ സംശയങ്ങളൊക്കെ മാറ്റി നന്നായിട്ട് പഠിക്കാനുള്ള ചില ടിപ്സ്, ഏതൊക്കെ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം, ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്നും എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരാം തുടങ്ങിയ ഒരു പാറ്റേൺ ഒക്കെ ആയിട്ടുള്ള ഒരു സെഷനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് സുധർമാമിസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സോ യെസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ സെഷൻ അഗെയിൻ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ പാഠഭാഗങ്ങളിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിൽ നിന്നും എടുത്ത ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു, മാറിയ സിലബസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ഇത് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും ദെൻ 5 മാർക്സിന്റെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ ഇതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അധികം എന്താ പറയാ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. Nios +2 പൊളിറ്റിക്കൽ സയൻസിന് വരാൻ സാധ്യതയുള്ള 10 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിന്റെ ഡിസ്കഷൻ, അതായത് ഷോർട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിവേ, ദ ഫസ്റ്റ് തിങ് ഇസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഫ്രം പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ ഒരു വലിയ സിലബസ് തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസിനുള്ളത്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം, ഏതൊക്കെ പാഠഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട് പഠിക്കണം എന്ന സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ വീണ്ടും പറയട്ടെ, ഇനി ഇത് അങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റ് 22 ക്വസ്റ്റ്യൻസ് ഒബ്വിയസ്ലി എങ്ങനെയാണ് വരുന്നത്, ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, MCQ ആണ്. ഒരു ക്വസ്റ്റ്യൻ തരുന്നു, അതിന് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തരുന്നു, അതിന് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ പാറ്റേൺ, അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നിങ്ങൾക്ക് നൽകുന്ന, നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന പാറ്റേൺ. സോ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച വ്യക്തികളാണ് നമ്മളെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ചോദ്യം വരുന്നു, 4 ഓപ്ഷൻസ് വരുന്നു, ആ ഓപ്ഷന് ഉത്തരം കണ്ടെത്തുക, ഓപ്ഷൻസിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് പോകാം. സോ ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ, ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് capitalist economy is closely associated with blank. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതി അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ഇതാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്, മാർക്സിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ലിബറലിസം. ഓക്കെ, അപ്പൊ ഇതൊന്ന് നമുക്കൊരു കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യണമെന്നാണെങ്കിൽ ആദ്യം നമ്മൾ ഈ 4 ഐഡിയോളജീസിനെ കുറിച്ച് ശരിക്കും, അതായത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്തായാലും മിസ് ഇവിടെ ആദ്യം ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആൻസർ? ലിബറലിസം. ഓക്കെ, സോ ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലോസ്ലി എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ലിബറലിസം. ഒബ്വിയസ്ലി ലിബറലിസത്തിനെ കുറിച്ച് ഇനി ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുള്ള പോയിന്റ്സ് അറിയണ്ടേ, അതുകൂടെ മിസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് ലിബറലിസം? ലിബറലിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആൻഡ് മോറൽ ഫിലോസഫിയാണ് അല്ലെ. അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫിലോസഫിയാണ്? ദ ഫിലോസഫി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യം,
സ്വാതന്ത്ര്യത്തിന്റെ പ്രധാന തത്വങ്ങളെ കുറിച്ച്, ദ കൺസെന്റ് ഓഫ് ദി ഗവേൺഡ് അല്ലെ, അതായത് ഭരിക്കപ്പെടുന്നവരുടെ സമ്മതം, ആൻഡ് ഈക്വാലിറ്റി ബിഫോർ ദി ലോ, നിയമത്തിന് മുന്നിലുള്ള തുല്യത. ഈ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഐഡിയോളജിയാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഈ ലിബറലിസം എന്ന കോൺസെപ്റ്റ് ആണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇറ്റ് എംഫസൈസസ്, ലിബറലിസം എന്തിനാണ് ഊന്നൽ നൽകുന്നത്? ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഓരോ വ്യക്തിക്കും ഓരോ റൈറ്റ് ഉണ്ടായിരിക്കും. ആ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ ലിബറലിസം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഇൻഡിവിജ്വൽ റൈറ്റ്സ്? സച്ച് ആസ് ഫ്രീഡം ഓഫ് സ്പീച്ച്, എന്താണ് ലൈക്ക് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യം, ആൻഡ് ദ റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി, നിങ്ങളുടെ സ്വത്തവകാശം ഫോളോ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് സംരക്ഷിക്കാനുള്ള അവകാശം. അപ്പൊ ലിബറലിസം എന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഏത്? ക്യാപിറ്റലിസം. ലിബറലിസം എന്താന്ന് പഠിച്ചു? അതൊരു ഫിസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് കൂടുതലായിട്ട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഏതൊക്കെയാണ് ആ ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയുന്നത്? മനുഷ്യന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ, അതായത് അവന്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, അതേപോലെ റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതായത് സ്വകാര്യ സ്വത്തവകാശം തുടങ്ങിയ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫിലോസഫിയാണ് ലിബറലിസം. ബട്ട് വി ഹാവ് സം അതർ ഓപ്ഷൻസ് ടു അല്ലെ, കുറച്ച് ഓപ്ഷൻസ് വേറെയുണ്ട്. ആൻഡ് വാട്ട് ആർ ദ ഓപ്ഷൻസ്? ലൈക്ക് മാർക്സിസം, സോഷ്യലിസം, കമ്മ്യൂണിസം. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഓപ്ഷൻസിൽ നിന്നും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അതുകൂടെ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് മിസ് എന്നിവിടെ ഒരു ഡിസ്കഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ആദ്യം മാർക്സിസം എന്താണെന്ന് നമുക്ക് നോക്കാം. മാർക്സിസം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് തിയറിയാണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് ഈ ഒരു മാർക്സിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് എന്ന് മനസ്സിലാക്കണം. ഇറ്റ് സെന്റേഴ്സ് ഓൺ അനാലിസിസ് ഓഫ് ക്ലാസ് റിലേഷൻസ് ആൻഡ് ഓൾസോ ദ സോഷ്യൽ കോൺഫ്ലിക്റ്റ്. ഈ ഒരു മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജിയുടെ കേന്ദ്ര ഭാഗം എന്താണ്? ക്ലാസ് റിലേഷൻസ് ആണ്. അപ്പൊ നേരത്തെ ഇപ്പം കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്യാപിറ്റലിസം എന്ന കോൺസെപ്റ്റും അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോൺസെപ്റ്റാണ് ലിബറലിസം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ക്ലാസ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ക്ലാസ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഐഡിയോളജി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? മാർക്സിസം പറയാൻ വേണ്ടി പറ്റും. മാർക്സിസത്തിൽ അവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ഓക്കെ, കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും വികസിപ്പിച്ചെടുത്ത ഒരു സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സിദ്ധാന്തമാണ് മാർക്സിസം എന്ന് പറയുന്നത്. ചരിത്രപരമായിട്ട് ഭൗതികവാദം എന്നറിയപ്പെടുന്ന ഒരു രീതിശാസ്ത്രം അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിശാസ്ത്രം ഉപയോഗിച്ചിട്ട് അവർ വർഗബന്ധങ്ങളുടെയും സാമൂഹിക സംഘർഷങ്ങളെയും വിശകലനം ചെയ്യുന്നുണ്ട്. ആൻഡ് ഓപ്ഷനിൽ വന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് സോഷ്യലിസം. എന്താണ് സോഷ്യലിസം? സോഷ്യലിസം എന്ന് പറയുന്നതും ഒരു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അത് എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? ദാറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ ദ പബ്ലിക് ഓർ കളക്റ്റീവ് ഓണർഷിപ്പ് ആൻഡ് ഡെമോക്രാറ്റിക് കൺട്രോൾ ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു സമ്പദ് വ്യവസ്ഥയിലെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ്, ലേബർ, ഓൺട്രപ്രണർഷിപ്പ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഉൽപാദന ഉപാധികൾ എന്ന് പറയും. ഈ ഉൽപാദനോപാധികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അത് ആരാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, അത് ആരാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺസർവേഷൻ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഐഡിയോളജിയാണ് സോഷ്യലിസം. പൊതു അല്ലെങ്കിൽ കൂട്ടായ ഉടമസ്ഥതയ്ക്കും ഉൽപാദന മാർഗങ്ങളുടെ വിഭവങ്ങൾ അല്ലെങ്കിൽ ഫാക്ടറികൾ, ഭൂമി വിഭവങ്ങൾ പോലുള്ളവ ഉൽപാദന മാർഗങ്ങളുടെ ജനാധിപത്യ നിയന്ത്രണത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രമാണ് ഏത്? സോഷ്യലിസം. അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ആൻസറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആൻഡ് മറ്റു പല ഓപ്ഷൻസ്, ഒന്ന് സോഷ്യലിസം അത് എന്താന്ന് പഠിച്ചു, മാർക്സിസം എന്താന്ന് പഠിച്ചു, ഇനി ഒന്നുകൂടെ ഉണ്ട് കമ്മ്യൂണിസം അല്ലെ. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു റാഡിക്കൽ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അത് എന്തിനാണ് എയിം ചെയ്യുന്നത്? ദാറ്റ് എയിംസ് ടു എസ്റ്റാബ്ലിഷ്
സ്റ്റേറ്റ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റി അല്ലെ. സ്റ്റേറ്റ്ലെസ്സും ക്ലാസ്ലെസ്സും സൊസൈറ്റിയെ എയിം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഉൽപാദന മാർഗങ്ങളുടെ പൊതു ഉടമസ്ഥതയിലും സ്വകാര്യ സ്വത്തിന്റെ അഭാവത്തിലും അധിഷ്ഠിതമായ ഒരു വർഗരഹിത രാഷ്ട്രരഹിത സമൂഹം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു സമൂലമായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ചോദ്യവും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും പഠിച്ചു. അപ്പൊ ഇനിയിപ്പോ ലിബറലിസത്തിൽ നിന്നൊരു ചോദ്യം വന്നാലും കമ്മ്യൂണിസത്തിൽ നിന്നും മാർക്സിസത്തിൽ നിന്നും ഒരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് അതിന്റെ ആൻസർ സുഖമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത്, ഇൻ വിച്ച് ഇയർ വാസ് ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റഡ്? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ, മനുഷ്യാവകാശങ്ങളുടെ പ്രഖ്യാപനം ഏത് വർഷമാണ് അത് അഡോപ്റ്റ് ചെയ്തത്? സോ വി ഹാവ് ദ ഓപ്ഷൻസ്. ഓപ്ഷൻ എ as 1945, option B as 1947, and we have another option, that is option C as 1948, and also we have option D as 1951. And what is the right answer? We have the right answer here, that is option C, which is 1948. So in which year was Universal Declaration of Human Rights adopted? Which was in 1948. So the answer is very simple. അപ്പൊ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്? അതില് ഓപ്ഷൻസ് ഇയേഴ്സ് കൊടുക്കുമ്പോൾ പലപ്പോഴും ഒരു റാൻഡം ആയിട്ടുള്ള ഇയേഴ്സ് കൊടുക്കും. പക്ഷെ ഇവിടെ ചോദ്യം എന്താണ്? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. സോ ഒബ്വിയസ്ലി എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് തന്നെ മൗലിക അവകാശങ്ങളാണ്. ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ് റിഗാർഡ്ലെസ് ഓഫ് റേസ്, സെക്സ്, നാഷണാലിറ്റി, എത്നിസിറ്റി, ലാംഗ്വേജ്, religion or any other status അല്ലെ. എല്ലാ മനുഷ്യർക്കും ഉള്ള മൗലിക അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ ജാതിയോ മതമോ നിങ്ങൾ ജനിച്ച സ്ഥലമോ ലാംഗ്വേജോ ഭാഷ അതൊന്നും നോക്കുന്നില്ല. എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള അവകാശങ്ങളാണ്. They range from the most fundamental like the right to life to those that make life worthwhile, such as the right to food, education, work, health and liberty. വംശം, ലിംഗഭേദം, ദേശീയത, ഭാഷ, മതം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവി എന്നിവ പരിഗണിക്കാതെ എല്ലാ മനുഷ്യർക്കും അന്തർലീനമായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ അല്ലെ, മൗലിക അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അതില് മനുഷ്യാവകാശങ്ങൾക്ക് ചില എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് നോക്കാം, ചില സവിശേഷതകൾ അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങൾ നോക്കാം. ജീവിക്കാനുള്ള അവകാശം നമ്മൾ ജനിച്ചത് മുതലേ നമുക്ക് കിട്ടുന്ന ഒന്നല്ലേ ഇത്. ജീവിക്കാനുള്ള അവകാശം മുതൽ ഭക്ഷണം, വിദ്യാഭ്യാസം, ജോലി, ആരോഗ്യം, സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള അവകാശം പോലുള്ള ജീവിതത്തെ മൂല്യവത്താക്കുന്നവ വരെ ഇത്തരത്തിലുള്ള ഏതിൽ പെടുന്നുണ്ട്? മനുഷ്യാവകാശങ്ങളിൽ പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ 10 ചോദ്യങ്ങളിൽ 2 ഡിസ്കസ് ചെയ്തു. ആ 2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ദ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് മിസ് നീങ്ങുന്നു, which one of the following statement is not true about the government? So government എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാത്ത ഒരു കോൺസെപ്റ്റ് ഇവിടെയുണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അത് ഏതൊക്കെയാണ് ഓപ്ഷൻ? 1, ഇറ്റ് ഈസ് എൻ എലമെന്റ് ഓഫ് സ്റ്റേറ്റ്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ എലമെന്റ് തന്നെയാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ലോസ്. ഒബ്വിയസ്ലി യെസ്, ഗവൺമെന്റിന് 3 ഓർഗൻസ് ഉണ്ട്: എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി and also legislature. അതിൽ legislature ആണ് എന്ത് ചെയ്യുന്നത്? നിയമം നിർമ്മിക്കുന്നത്. So option B is also right. So what about option C? It gets its powers from the constitution. ഭരണഘടനയിൽ നിന്നാണ് ഇതിന്റെ എന്ത് ലഭിക്കുന്നത്? പവർ ലഭിക്കുന്നത്. From where? From the constitution. So it gets its powers from the constitution. Okay, അപ്പോ ഓപ്ഷൻ D എന്ന് പറയുന്നത് it
is permanent. നമുക്കറിയാം ഗവൺമെന്റ് ഒരിക്കലും പെർമനന്റ് അല്ല, സ്ഥിരമല്ല. കാരണം every 5 years a government should face an election. ഒരു ഇലക്ഷൻ ഫേസ് ചെയ്യണം. ആ ഇലക്ഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഗവൺമെന്റ് നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഒരു 5 വർഷത്തെ കാലാവധിക്ക് അനുസരിച്ച് ഗവൺമെന്റിൽ എന്ത് വരാറുണ്ട്? മാറ്റങ്ങൾ വരാറുണ്ട്. ഐ ഹോപ്പ് നൗ ഇറ്റ്സ് ക്ലിയർ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ദി ഗവൺമെന്റ്? ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ശരിയല്ലാത്ത ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി എന്ന സ്റ്റേറ്റ്മെന്റിന് ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. നൗ മൂവിങ് ഓൺ ടു ദി important part, ഗവൺമെന്റിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. സോ ഒബ്വിയസ്ലി വി ഹാവ് ടു നോ ദി ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ്. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ? ഗവൺമെന്റ് നിയമം നിർമ്മിക്കുന്നുണ്ട്, ലോ മേക്കിംഗ്, ലോ എക്സിക്യൂട്ടീവ് ചെയ്യുന്നുണ്ട്, എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിയമ നിർമ്മാണം നടത്തുന്നതിനോടൊപ്പം തന്നെ നിയമം നടപ്പിലാക്കുക. സോ ലോ എക്സിക്യൂഷൻ നടക്കുന്നു. ലോ അഡ്ജഡിക്ഷൻസ്, അതായത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് 3 ഘടകങ്ങൾ ഗവൺമെന്റിനോടൊപ്പം ഉള്ളത്, ലൈക്ക് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇനി ഓക്കെ, നമ്മളിനി 4ാമത്തെ ചോദ്യത്തിലേക്കാണ് കേട്ടോ. 4ാമത്തെ ചോദ്യം, ഹൗ മെനി സബ്ജക്ട്സ് ആർ ദർ ഇൻ ദി കൺകറന്റ് ലിസ്റ്റ് in the Constitution of India for the division of powers? നമ്മൾ ഫെഡറൽ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ 3 ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നില്ലേ? സ്റ്റേറ്റ് ലിസ്റ്റ്, concurrent list and also what that is central list. Okay, അപ്പോൾ ഈ 3 ലിസ്റ്റിന്റെയും ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ 3 ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 3 വിഭാഗക്കാരാണ്. സെൻട്രൽ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, യൂണിയൻ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ബട്ട് ഈ ഒരു കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള കൺകറന്റ് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ചേർന്നിട്ടാണ്. ഇവിടെ ചോദ്യം എന്തിനെ കുറിച്ചാ? കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ദ ഗിവൻ ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി സബ്ജക്ട്സ് ആർ ദർ ഇൻ ദി കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റിൽ എത്ര സബ്ജക്ട്സ് ഉണ്ട്? സോ വാട്ട് ആർ ദ ഓപ്ഷൻസ്? സോ ദ ഗിവൻ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ as 97, option B as 66, option C as 47 and options D as 75. So what is the right answer? We have the right answer 47. So this is the true വേണ്ട അല്ലേ? നമുക്ക് റൈറ്റ് ആൻസർ കണ്ടുപിടിക്കാം. Okay, so which is the right answer? Here we have the right answer, option C 47 ആണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ 47 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. So we got the answer right now. Yeah, 47. This is the right answer. അപ്പോൾ ഓപ്ഷൻ എ ഫാൾസ് ആണ്, ഓപ്ഷൻ ബി ഫാൾസ് ആണ്, ഓപ്ഷൻ ഡി ഫാൾസ് ആണ്. We have the right answer as option C 47. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക്, ഞാൻ നേരത്തെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംശയം വരും, എന്തൊക്കെയാണ് ഇത് അല്ലെ, യഥാർത്ഥത്തിൽ ഇത് എന്തൊക്കെയാണ്? അപ്പൊ ആ ഒരു സംശയത്തിന് ഒരു സൊല്യൂഷൻ അല്ലെ. അപ്പൊ മിസ് അതോട് ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾക്ക് എക്സാമിൽ ചിലപ്പോൾ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് വരും, അതിനോടൊപ്പം തന്നെ ഈ 3 ലിസ്റ്റുകളെ സ്പെസിഫൈ ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് ദാറ്റ് വുഡ് ബി വെരി ഈസി, വെരി ഗുഡ്. 7th സ്കെഡ്യൂളില്, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാമത്തെ സ്കെഡ്യൂളിലാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ ഇങ്ങനെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റുമായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും. ആദ്യത്തെ കാറ്റഗറി ലിസ്റ്റ് 1 വിച്ച് ഇസ് യൂണിയൻ ലിസ്റ്റ്. സോ ഈ ഒരു ലിസ്റ്റിൽ പ്രധാനമായിട്ടും കുറച്ചുകൂടെ നമ്മുടെ രാഷ്ട്രത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദ ലിസ്റ്റ് കണ്ടെയ്ൻസ് സബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് വേർ പാർലമെന്റ് ഹാസ് ദ എക്സ്ക്ലൂസീവ് പവേഴ്സ് ടു മേക്ക് ലോസ്. അപ്പൊ ഇവിടെ
യൂണിയൻ ലിസ്റ്റിലുള്ള സബ്ജക്റ്റുകളിൽ ആരാണ് നിയമം ഉണ്ടാക്കുന്നത്? പാർലമെന്റ് ആണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് സെക്കൻഡ് ലിസ്റ്റ്. ദിസ് ലിസ്റ്റ് ഇൻക്ലൂഡ് സബ്ജക്ട് ഓഫ് ലോക്കൽ ആൻഡ് റീജിയണൽ ഇമ്പോർട്ടൻസ്. കുറച്ചുകൂടെ ലോക്കൽ ആൻഡ് റീജിയണൽ ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് സബ്ജക്റ്റ് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവിടെ ആരാണ് നിയമം ഉണ്ടാക്കുന്നത്? സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളാണ് ഇവിടെ നിയമം ഉണ്ടാക്കുന്നത്. What about concurrent list or the list 3? This list comprises subjects on both the parliament and state legislature can make laws. അപ്പോൾ ഇവിടെ പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളിൽ നിയമം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതാണ് ആ 3 സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം സ്കെഡ്യൂൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങളെ 3 ലിസ്റ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കേന്ദ്ര ലിസ്റ്റും സംസ്ഥാന ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റുമാണ് അത്. ആ 3ന്റെയും സവിശേഷതകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ്. വൈ സുപ്രീം കോർട്ട് ഇസ് നോൺ ആസ് പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? എന്തുകൊണ്ടാണ് സുപ്രീം കോടതി മൗലിക അവകാശങ്ങളുടെ പ്രൊട്ടക്ടർ ആയിട്ട് അറിയപ്പെടുന്നത്? നിങ്ങൾക്കറിയാം, ഏതെങ്കിലും മൗലിക അവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ യു ക്യാൻ അപ്രോച്ച് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് സുപ്രീം കോർട്ടാണ് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ പ്രൊട്ടക്ടർ. എന്തുകൊണ്ടാണ്, സംരക്ഷകനാണ് സുപ്രീം കോടതി എന്ന് എന്തുകൊണ്ട് പറയുന്നു? വൈ ദേ ആർ സേയിങ് ഓർ വൈ, എന്തുകൊണ്ട്? അതിനുള്ള ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The Supreme Court is protector of the Constitution and ensure fundamental rights are available in the Constitution. മൗലിക അവകാശങ്ങളെല്ലാം ഭരണഘടനയിൽ ഇല്ലേ, അത് പ്രകാരമല്ലേ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുന്നു. Ensure there is a check on elements of power among the branches of government. ഗവൺമെന്റിന്റെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, എസ്പെഷ്യലി ദാറ്റ് 3 branches. ആ ബ്രാഞ്ചസിനിടയിലുള്ള ഗവൺമെന്റിന്റെ പവേഴ്സിനെ ചെക്ക് ചെയ്യുന്നു. ആൻഡ് ഇസ് എ പ്രൊട്ടക്ടർ ഓഫ് ജസ്റ്റിസ്. നീതിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? സുപ്രീം കോടതിയാണ്, അല്ലെ? വാസ്തവത്തിൽ ഭരണഘടനാ ലംഘനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ, അതായത് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന വ്യവസ്ഥിതിക്ക് എതിരായിട്ടുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സുപ്രീം കോടതി അതിനോട് നോ പറയും. ഓക്കെ, സോ വാസ്തവത്തിൽ ഭരണഘടനാ ലംഘനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ഓരോ നിയമനിർമ്മാണവും എക്സിക്യൂട്ടീവിന്റെ നടപടികളും ഓരോ ഭരണഘടനാ ഭേദഗതിയും സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ഭരണഘടനയുടെ സംരക്ഷണത്തിനായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? സുപ്രീം കോടതി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സുപ്രീം കോടതി എന്തൊക്കെയാ നോക്കുന്നത്? ശരിക്കും ഓരോ നിയമനിർമ്മാണത്തെ കുറിച്ച് സുപ്രീം കോടതി നോക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവിന്റെ നടപടികൾ എന്തൊക്കെയാണെന്ന് സുപ്രീം കോടതി ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ ഭരണഘടനാ ഭേദഗതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണഘടനയിൽ വരുന്ന മാറ്റങ്ങൾ. ഈ ഭേദഗതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അല്ലെങ്കിൽ എന്തിന്റെ ബേസിലായിരിക്കാം? ഭരണഘടനയിൽ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ, പുതിയ ആർട്ടിക്കിളുകൾ ഉണ്ടാക്കാം, ഉള്ള ആർട്ടിക്കിളുകൾ എടുത്ത് മാറ്റാം. ഇതൊക്കെ പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത് എന്ന് സുപ്രീം കോടതി ശ്രദ്ധിക്കും. ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ കോടതിയെ അധികാരപ്പെടുത്തുന്നുണ്ട്. ആർട്ടിക്കിൾ 32 അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ ആർട്ടിക്കിൾ 32 അനുസരിച്ചിട്ടാണ് മൗലിക അവകാശങ്ങൾ സുപ്രീം കോടതി നടപ്പിലാക്കുന്നത്. കൂടാതെ നിയമവാഴ്ച നിലനിർത്തുന്നതിനും വളർത്തുന്നതും ഇത് നിർണായകമാണ്. ഇവിടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ല. സുപ്രീം കോടതിയിൽ എന്തില്ല? രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ല. അത് സുപ്രീം കോടതി വളരെ നിഷ്പക്ഷമായി സ്വതന്ത്രമായിട്ടാണ് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാറുള്ളത്. ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് ഓപ്ഷണൽ മൊഡ്യൂൾ. നമുക്കറിയാം 7th Aയും 7th Bയും എന്താണ്? ഓപ്ഷണൽ മൊഡ്യൂൾ ആണ്, ശരിയല്ലേ? അപ്പൊ അവിടെ 7th Aയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മിസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ 7th A ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ് പഠിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ ചോദ്യം വരാം. ഹൈലൈറ്റ് എനി 3 മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്. UNO 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനി ഇത്തരത്തിലുള്ള ഒരു യുദ്ധം ലോകത്തിൽ നടക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് UNO, അതർവൈസ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ ഓഫ് 1945 October 24th. So in every year we are celebrating October 24 as UNO Day, അല്ലെ? UN Day എന്നുള്ള രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഈ UNOക്ക് ഒരുപാട്
ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സോ ദ ഗിവൺ ക്വസ്റ്റ്യൻ ഇസ് highlight any 3 main activities of United Nations. യുണൈറ്റഡ് നേഷൻസിന്റെ ഏതെങ്കിലും 3 ആക്ടിവിറ്റീസിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ മിസ് ഇവിടെ 3 ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. ഒന്ന്, മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക. പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. ഡെലിവർ ഹ്യൂമനിറ്റേറിയൻ എയ്ഡ് ആൻഡ് ഫോസ്റ്റർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അല്ലെ, മാനുഷിക സഹായം നൽകുക, സുസ്ഥിര വികസനം വളർത്തിയെടുക്കുക. ഇതൊക്കെയാണ് UNOയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിൽ പെടുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ഹൗ മെനി പ്രിൻസിപ്പൽ ഓർഗൻസ് ഡസ് ദി യുണൈറ്റഡ് നേഷൻസ് ഹാവ്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന് എത്രത്തോളം പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട്, എത്ര പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉള്ളത്? ഇവിടെ അവയവങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ അവയവങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഘടകങ്ങളാണ്, അതിന്റെ അതർ ഏജൻസീസ് ആണ്. സോ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ആണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസിനുള്ളത്. എത്ര എണ്ണാണ്? 6 പ്രിൻസിപ്പൽ ഓർഗൻസ്. അത് ഏതൊക്കെയാണ്? ദ ജനറൽ അസംബ്ലി, അല്ലെ, പൊതു അസംബ്ലി, ജനറൽ അസംബ്ലി. The Security Council or SC, Security Council. The Economic and Social Council, the Economic and Social Council. Trusteeship Council എന്ന് പറയുന്ന ഒരു കൗൺസിൽ കൂടെ UNOയ്ക്ക് ഉണ്ട്. Then International Court of Justice, അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയും. മറ്റൊന്ന് the UN Secretariat. ഇത്തരത്തിൽ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ആണ് UNOയ്ക്ക് ഉള്ളത്. ഇനി നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂൾ 7th ബിയിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. ഇതിൽ പറയുന്നത് വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്? എക്സിക്യൂട്ടീവ് ഒരു ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഘടനകളിൽ ഒന്ന്. നിയമനിർമ്മാണം നടത്തുന്നവർ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ. അവരുടെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്, പ്രധാനപ്പെട്ട ധർമ്മം എന്താണ് എന്നുള്ള ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതും? The main function of the executive is to implement, enforce and execute laws and policies of the government. പ്രധാനമായിട്ടും ഒരു കാര്യനിർവഹണ വിഭാഗത്തിന്റെ ധർമ്മം എന്താണ്? ഇംപ്ലിമെന്റ്, നടപ്പിലാക്കുക, and also executive the laws and policies of the government. ഗവൺമെന്റിന്റെ ലോസും നിയമങ്ങളും, അല്ലെ, ഗവൺമെന്റിന്റെ ലോസും അതേപോലെ തന്നെ അവരുടെ പ്രിൻസിപ്പിൾസും നടപ്പിലാക്കുക. ദിസ് ബ്രാഞ്ച് മാനേജസ് ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിന്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഈ ബ്രാഞ്ച് മാനേജ് ചെയ്യുന്നുണ്ട്. മേക്സ് സിഗ്നിഫിക്കൻറ്റ് പോളിസി ഡിസിഷൻസ്, അതായത് ഒരുപാട് പോളിസീസ് ഉണ്ട്, അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രസക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. എൻഷുവേഴ്സ് എഫക്റ്റീവ് എക്സിക്യൂഷൻ ഓഫ് പോളിസീസ്, ഇത്തരത്തിലുള്ള പോളിസീസ് വളരെ എഫിഷ്യന്റ് ആയിട്ട് അത് നടപ്പിലാക്കുക. മെയിൻറ്റെയിൻസ് ഇന്റേണൽ ഓർഡർ, നമ്മുടെ രാഷ്ട്രത്തിലുള്ള സമാധാനം നിലനിർത്തുക. മാനേജസ് നാഷണൽ ഡിഫൻസ് ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻസ്, ആഭ്യന്തര ക്രമം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ദേശീയ പ്രതിരോധവും ബാഹ്യ ബന്ധങ്ങളും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ശാഖ. അടുത്ത ചോദ്യം എന്താ? ഡിസ്ക്രൈബ് എനി 3 functions of the Election Commission of India. ഇന്ത്യക്ക് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തിനു വേണ്ടിയിട്ട്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഒരുപാട് ഫങ്ഷൻസ് ഈ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നുണ്ട്. പക്ഷെ ഡിസ്ക്രൈബ് എനി 3 functions of the Election Commission of India എന്നാണ് ചോദ്യം. അപ്പൊ മിസ് ഇവിടെ എന്ത് ചെയ്തു എന്നറിയോ? നിങ്ങൾക്ക് 3 എണ്ണം പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ മിസ് ഒരു 3നോടൊപ്പം തന്നെ ഒരു 3-4 എണ്ണം പോയിന്റ്സ് കൂടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള പോയിന്റ്സ് പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഇലക്ഷനിൽ പങ്കെടുക്കുമ്പം ഓരോ പാർട്ടിക്കും ആവശ്യമായിട്ടുള്ള സിമ്പൽ നൽകുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പാർട്ടികൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഇലക്ട്രൽ റോൾസ് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇലക്ഷന്റെ ഡേറ്റ്, പോളിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നൽകുന്നു.
യെസ്, ഓരോ പോളിംഗ് ഓഫീസേഴ്സ്, ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടാവും, അവരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നു. സെഗ്രിഗേറ്റ് ദ ഓർഗനൈസ് ദി ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആൻഡ് ഓൾസോ ദ പോൾ ടെറിട്ടറീസ്, സ്ക്രൂട്ടിനൈസ് ആൻഡ് അപ്രൂവ് ദ നോമിനേഷൻ പേപ്പർ ആൻഡ് ഡോക്യുമെന്റ്സ്. ഒബ്വിയസ്ലി നമുക്ക് ഇലക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒട്ടനവധി പാർട്ടികൾ പങ്കെടുക്കും. അപ്പൊ ആ പാർട്ടികൾക്കൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായിട്ടുള്ള ചിഹ്നങ്ങൾ നൽകുന്നു. ദേശീയ, പ്രാദേശിക, സംസ്ഥാന പാർട്ടികളെ തെരഞ്ഞെടുപ്പിനായിട്ട് അംഗീകരിക്കുന്നു. പ്രദേശത്തെ വോട്ടർ പട്ടികയെ തയ്യാറാക്കുന്നു, അത് അപ്ഡേറ്റ് ചെയ്യുന്നു. പോളിംഗ് പ്രക്രിയയ്ക്കുള്ള തീയതിയും സമയവും, അല്ലെ? പോളിംഗ് നമ്മള് എന്താണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ വോട്ടിംഗ് പ്രക്രിയയ്ക്കുള്ള തീയതിയും സമയവും എല്ലാം നോക്കുന്നു. പോളിംഗ് മേഖലകളിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ പ്രവേശിപ്പിക്കുക, അതായത് അവരെ അഡ്മിറ്റ് ചെയ്യുക. തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളും പോളിംഗ് പ്രദേശങ്ങൾ വേർതിരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നു. നാമനിർദ്ദേശ പത്രികകളും രേഖകളും പരിശോധിച്ച് അംഗീകരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. ആ ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ എനി 5 റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട്. 74ാമത്തെ ഭരണഘടനാ ഭേദഗതി അത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായി ബന്ധപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അമെൻഡ്മെന്റ് അല്ലെങ്കിൽ ഭേദഗതിയാണ് 74th അമെൻഡ്മെന്റ് ആക്ട്. അതിന്റെ ഏതെങ്കിലും 5 റിഫോംസ്, 5 പരിഷ്കാരങ്ങൾ എഴുതാൻ പറയും. അതും നമ്മൾ അതിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ നമുക്ക് നോക്കാം. ആദ്യം ഈ 74ാമത്തെ അമെൻഡ്മെന്റ് ആക്ട് പാസ്സാക്കിയ വർഷം ഒന്ന് നോട്ട് ചെയ്യാം, വിച്ച് ഈസ് ഇൻ 1992. 1992 The act granted municipality constitutional status. അല്ലെ? ഈ ആക്ട് എന്താണ്? Which granted municipalities, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പ്രാദേശിക ഗവൺമെന്റുകളിലെ ഈ പറയുന്ന പ്രാദേശിക ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഇവരിലെ മുനിസിപ്പാലിറ്റീസിന് ഭരണഘടനാ പദവി നൽകുന്നു. It has brought them under the purview of the constitution judiciable provisions. This act added part 9th A to the Constitution of India, which contained provisions from Article 243 to 243 set G. അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? 1992 74ാം ഭേദഗതി നിയമത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ നിയമം മുനിസിപ്പാലിറ്റികൾക്ക് ഭരണഘടനാ പദവി നൽകി. ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്. ഇത് അവയെ ഭരണഘടനയുടെ നീതിയുക്തമായ വ്യവസ്ഥകളുടെ പരിധിയിൽ കൊണ്ടുവരുന്നു. ഈ നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 9th A എന്ന ഒരു ഭാഗം കൂട്ടിച്ചേർത്തു. അതിൽ ആർട്ടിക്കിൾ 243 മുതൽ 243 G വരെയുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റികളുടെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ട 18 പ്രവർത്തനപരമായിട്ടുള്ള ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും 74th കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുകയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചുകൂടെ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയും പാസ്സാക്കിയിരിക്കുന്നത് ഒരേ വർഷമാണ്, 1992. സോ ഈ ഒരു 73ാമത്തെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിൽ പ്രധാനമായിട്ട് നടന്ന കാര്യങ്ങൾ എന്താണ്? പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞ ന്യൂ സിസ്റ്റം കൊണ്ടുവന്നു, പഞ്ചായത്തി രാജ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം, പഞ്ചായത്തി രാജ് സിസ്റ്റം വന്ന അമെൻഡ്മെന്റ് ആക്ട് ഏതാണ്, അല്ലെങ്കിൽ അത് ഏത് വർഷമാണ് പാസ്സാക്കിയത്? ആൻഡ് ഓൾസോ ദ 11th schedule was added to Constitution of India in 1950. 1950 11ാമത്തെ സ്കെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഏത് വർഷം? 1950. ഇതും ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും വരാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും വരാം. This act also added part 9 to the Constitution of India, which contained provisions from Article 243 to 243O. അപ്പം ഈ ഒരു 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ചില സാലിയന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് 3 ടയർ സ്ട്രക്ചർ. ഇതിനൊരു പ്രധാന സവിശേഷതകളിൽ ഒന്ന് പെടുന്നത് ത്രിതല ഘടന ഇതിനുണ്ട്. ഒരു 3 ഘടന പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്. അത് ഏതൊക്കെയാണ് ആ 3 ഘടന? ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ലെവലിൽ ഒരു ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി അറ്റ് ദ ഇന്റർമീഡിയറ്റ് ബ്ലോക്ക് ലെവൽ, ജില്ലാ പരിഷത്ത്
പരിഷത്ത് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പരിഷത്ത്. ഓക്കെ, പിന്നെ ഇവിടെ റെഗുലർ ആയിട്ട് ഇലക്ഷൻസ് നടക്കും അല്ലെ. എവറി 5 years സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇലക്ഷൻ നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതുകൂടെ നോക്കി വെക്കണം, കൺഫ്യൂസ് ആവരുത്. പിന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കുറച്ച് സീറ്റുകൾ നമ്മൾ റിസർവ് ചെയ്യുന്നുണ്ട്, സംവരണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർ, പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ജനസംഖ്യയുടെ ആനുപാതികമായിട്ട് സ്ത്രീകൾക്ക് സംവരണം നടത്തിയിട്ടുണ്ട്. അതായത് മൊത്തം സീറ്റുകളിൽ 1/3 കുറയാത്തത്, 1/3 എന്താണെങ്കിലും സ്ത്രീകൾക്ക് നൽകിയിരിക്കണം എന്നതാണ്. ഇനി എന്താണ് മണി ബിൽ? ഇങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്, വാട്ട് ഈസ് എ മണി ബിൽ? അല്ലെ, നിങ്ങൾക്കറിയാം ഒരു നിയമം യഥാർത്ഥത്തിൽ ഒരു ബില്ലാണ് പിന്നീട് നിയമമായിട്ട് മാറുന്നത്. അപ്പൊ മണി ബില്ല് റിലേറ്റഡ് ആയിട്ടുള്ള പല ചോദ്യങ്ങൾ, ഇപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും, മണി ബില്ല് എവിടെയാണ് പാസ്സാക്കുന്നത്? നമുക്കറിയാം ലോകസഭയിലാണ് മണി ബില്ല് പാസ്സാക്കുന്നത്. സോ വാട്ട് ഈസ് എ മണി ബിൽ? അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 110, ദാറ്റ് മീൻസ് 110ാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ച്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എ ബിൽ ക്വാളിഫൈസ് ആസ് എ മണി ബിൽ ഇഫ് ഇറ്റ് എക്സ്ക്ലൂസീവ്ലി അഡ്രസ്സസ് മാറ്റേഴ്സ് സച്ച് ആസ് the imposition, abolition, remission, alternation or regulation of taxes. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 110 അനുസരിച്ച് നികുതി ചുമത്തൽ, നിർത്തലാക്കൽ, ഇളവ്, മാറ്റം വരുത്തൽ അല്ലെങ്കിൽ നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങൾ മാത്രം, അതായത് നികുതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നികുതിയിൽ എന്തെങ്കിലും ഇളവ് വരുത്തുക, മാറ്റങ്ങൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു മണി ബില്ലില് ഉൾക്കൊള്ളിക്കുന്നത്. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. And a money bill can be introduced in Lok Sabha only. You have to note this point. മണി ബിൽ എവിടെ മാത്രമേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ? ലോകസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഒരു ബിൽ മണി ബിൽ ആണോ അല്ലയോ എന്നതിനെ കുറിച്ച് ഏതെങ്കിലും ചോദ്യം ഉയർന്നു വന്നാൽ ലോകസഭാ സ്പീക്കറുടെ തീരുമാനമായിരിക്കും അന്തിമം, അല്ലെ? ലോകസഭയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. അപ്പൊ ലോകസഭയുടെ സ്പീക്കറുടെ തീരുമാനമാണ് അന്തിമം. ഒരു ബിൽ മണി ബിൽ ആണെന്ന് തീരുമാനിക്കുന്നതിനോ സർട്ടിഫിക്കേഷൻ നൽകുന്നതിനോ സ്പീക്കർക്ക് ആരുമായിട്ട് കൂടിയാലോചിക്കാൻ ബാധ്യതയില്ല. ഒരു ബിൽ മണി ബിൽ ആണെന്ന് തെളിയിക്കുന്ന സ്പീക്കറുടെ സർട്ടിഫിക്കറ്റ് അത് രാജ്യസഭയിലേക്ക് അയക്കുമ്പോഴും രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അവതരിപ്പിക്കുമ്പോഴും സ്പീക്കർ അംഗീകരിക്കുകയും ഒപ്പിടുകയും വേണം. അപ്പൊ സ്പീക്കറിന് നല്ല റോളാണ് ഒരു മണി ബില്ല് പാസ്സാക്കുന്നതിന് ഉള്ളത്. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ, നമ്മുടെ ഡിസ്കഷനിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ പോലെ നമുക്ക് എഴുതാം. അനലൈസ് എനി വൺ റെക്കമെൻഡേഷൻ ഓഫ് സർക്കാരിയ കമ്മീഷൻ ഓൺ ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. സെൻട്രൽ സ്റ്റേറ്റ് അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധവുമായിട്ട് അവരുടെ റിലേഷൻസ്, അവരുടെ ഏതൊക്കെ കാര്യങ്ങൾ അവർ പരസ്പരം കണക്റ്റഡ് ആണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിയ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ്, ശുപാർശകൾ എന്തെല്ലാമാണ് എന്ന് ചർച്ച ചെയ്യുക എന്ന ചോദ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം സിമ്പിൾ ആയിട്ട് ഒരു പോയിന്റ് പഠിക്കാം. 1983 the central government appointed a 3-member commission. 1983 സെൻട്രൽ ഗവൺമെന്റ് 3 മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. അത് എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്? ദ കമ്മീഷൻ വാസ് അപ്പോയിന്റഡ് ഓൺ ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് ഇൻ ദി ചേഞ്ച്ഡ് സോഷ്യോ എക്കണോമിക് സെനാരിയോ. ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നോട്ടിഫിക്കേഷൻ ഡേറ്റഡ് June 9, 1983 constituted a commission under the chairmanship of R.S. Sarkaria, a retired judge of the Supreme Court. 1983 കേന്ദ്ര സർക്കാർ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചിട്ട്, അല്ലെ, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു 3-അംഗ കമ്മീഷനെ നിയമിച്ചു. 1983 അത്. 1983 June 9 ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപന പ്രകാരം സുപ്രീം കോടതിയിൽ നിന്നും വിരമിക്കുകയുണ്ടായിരുന്ന ജഡ്ജി R.S. സർക്കാരയുടെ അധ്യക്ഷതയിലാണ് ഈ ഒരു കമ്മീഷൻ രൂപീകരിച്ചത്. കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ശ്രീ ബി ശിവരാമൻ, ഡോക്ടർ SR സെൻ എന്നിവര് മറ്റ് അംഗങ്ങളായിരുന്നു. എന്താണ് ഈ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുകൂടെ നമുക്ക് നോക്കാം.
ഓക്കെ, ആക്ച്വലി ഈ ഒരു സർക്കാരിയ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിക്ക് 1987 സമർപ്പിക്കുകയുണ്ടായി. ഏകദേശം 247 റെക്കമെൻഡേഷൻ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. 19 ചാപ്റ്റേഴ്സിലായിട്ട് ഒരു 247 റെക്കമെൻഡേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അപ്പൊ ഇത് പ്രൈമർലി ഫോക്കസ് ചെയ്തൊരു കാര്യം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും സെൻട്രൽ ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം, അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നത്. ആൻഡ് the court has referenced these recommendations of various occasions. So the commission also touches on article 356 utilization and governor's role in legislative matters. ഗവർണറുടെ റോൾ, നിയമനിർമ്മാണ രംഗങ്ങളിൽ ഗവർണറുടെ റോളിനെ കുറിച്ചിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 252 കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇത് മെയിൻലി പറയുന്നത് കൺസ്ട്രെയിൻസ് ഓൺ ദ ഇന്ത്യൻ ഗവൺമെന്റ്സ് പവർ. നമ്മുടെ ഇന്ത്യയുടെ ഭരണങ്ങൾ, ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഭരണത്തിൽ ഉണ്ടാകുന്ന നിയന്ത്രണങ്ങൾ എന്തെല്ലാമാണ്? ഇറ്റ് സജസ്റ്റ് ഫോമിംഗ് എ സ്റ്റേബിൾ കൗൺസിൽ ഇൻ ഓൾ സ്റ്റേറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 263. ആർട്ടിക്കിൾ 263 അനുസരിച്ചിട്ട് എല്ലാ സ്റ്റേറ്റ്സിലും, എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു കൗൺസിൽ ഫോം ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഗ്രാൻഡിങ് ദ അതോറിറ്റി ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മീഡിയേറ്റ് ഡിസ്പ്യൂട്ട്സ് എമംഗ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് നടക്കുന്നുണ്ടോ, വാക്കുതർക്കങ്ങൾ നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ളതാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും മധ്യസ്ഥത വഹിക്കുവാനും ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അധികാരം നൽകുന്നുണ്ട്. സോ ഇത്രയും ദിസ് ഇസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, ലൈക്ക് എ പ്രഡിക്ഷൻ. മേ ബി ഇതിന്ന് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അതുകൊണ്ടാണ് മിസ് നിങ്ങൾക്ക് ഓൾറെഡി ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിന്റെ ഓപ്ഷൻസ് കൂടെ ഡിസ്കസ് ചെയ്തത്. കാരണം എന്താ, അതിൽ നിന്നും ചോദ്യങ്ങൾ വരാം അല്ലെ. മേ ബി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, ആൻഡ് ഓൾസോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരാം. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. വാട്ട് യു വോണ്ട് ടു ഡു? Just study well. So yes, all the best for your examination. Do your best. And this is Sudharma, your political science teacher. Thank you so much.